വൈദ്യുതി മുടക്കം നിലവിലെ സർക്കാരിന്റെ വലിയൊരു വിസ്മയമായി മാറിയിരിക്കുകയാണെന്ന് മുഹമ്മദ് റിയാസ് എം.എൽ.എ. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ അവസരമുണ്ടായിട്ടും അതിനായി ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസിനുള്ളിലെ തമ്മിലടിയും അഭിപ്രായ വ്യത്യാസങ്ങളും തീർക്കാൻ മാത്രമാണ് നിലവിലെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് സമയം കണ്ടെത്തുന്നതെന്നും മുഹമ്മദ് റിയാസ് എം.എൽ.എ. കുറ്റപ്പെടുത്തി. UDF സർക്കാർ കേരളത്തിന് വലിയൊരു ബാധ്യതയായി മാറിയെന്നും ഭരണരംഗത്ത് പൂർണ്ണ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് ബോർഡ് വിഷയത്തിൽ പ്രതിപക്ഷത്തുള്ള മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമായിരിക്കുകയാണെന്നും റിയാസ് ആരോപിച്ചു. വഖഫ് വിഷയത്തിൽ ലീഗ് കോടതിയിൽ സ്വീകരിച്ച നിലപാടല്ല ഇപ്പോഴത്തെ സർക്കാർ സ്വീകരിക്കുന്നത്. അധികാരത്തിനു വേണ്ടി പല വിഷയങ്ങളിലും RSSനോട് സർക്കാരും മുസ്ലിം ലീഗും സന്ധി ചെയ്യുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വഖഫിനകത്ത് എടുത്തിട്ടുള്ള ഇടതുപക്ഷത്തെ നിലപാട് വ്യക്തമാണ്. ഇടതുപക്ഷം അതിൽ വ്യത്യസ്ത അഭിപ്രായം സ്വീകരിച്ചു മുന്നോട്ട് പോയി. അതല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആ 2 വേക്കൻസി ഫില്ല് ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാണ്. ഇവിടെ ഇരട്ടത്താപ്പ് സ്വീകരിച്ചത് മുസ്ലിം ലീഗും കോൺഗ്രസ് UDF ആണ്. BJP ആണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ എടുക്കുന്ന ഒരു നിലപാടാണ് ഒരു BJP ഇതര സർക്കാർ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് കാര്യങ്ങൾ വ്യക്തമാണ്. മുസ്ലിം ലീഗ് അധികാരത്തിന് വേണ്ടിയുള്ള ഇരട്ടത്താപ്പ് നിലപാട് ഇവിടെ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുൻപ് LDF സർക്കാരിന്റെ കാലത്താണ് ഇതിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചത്. മുൻപ് PM ശ്രീ പദ്ധതി അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ അത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും റിയാസ് പറഞ്ഞു. കേരള വിഷൻ, മലപ്പുറം.